കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്നിട്ട് നിങ്ങൾക്ക് വല്ല തെളിവും കിട്ടിയായിരുന്നോ? തെളിവ് ശേഖരിക്കാൻ പറ്റിയ അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുമായിരുന്നു. ഇത് വല്ലാത്തൊരു നൂലാമാലയാ. സത്യം അവളുടെ വായിൽ നിന്ന് തന്നെ വരുത്തണം. അവൾ അത് പറയും തോന്നുന്നുണ്ടോ? ഞാൻ പറയിപ്പിക്കും. ഇന്ന് ഗോൾഡ് സ്മിത്തിന്റെ അടുത്തുനിന്ന് മോഷണം പോയ കുറെ ഗോൾഡ് റിക്കവർ ചെയ്തു. അത് കൊട്ടാരം വീട്ടിലെ സ്വർണങ്ങളായിരുന്നു. നാളെ ആ സ്വർണം കൊടുക്കാൻ അങ്ങോട്ട് പോകണം. എങ്ങനെ മോഷണം പോയെന്ന് വീട്ടിലുള്ള എല്ലാവരെയും ചോദ്യവും ചെയ്യണം. അപ്പൊ അവളെയും ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഇൻട്രോഗേഷൻ എങ്ങനെ ഉണ്ടാവുമെന്ന് നിനക്കറിയാവുന്ന കാര്യമല്ലേ. നോവെന്തെന്നറിയും മുമ്പ് സത്യം പുറത്തു വന്നിരിക്കും. മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൽ നിന്ന് എഴുതിയ കവിതയാണിത്. വെൺമേഘങ്ങൾക്കിടയിലൂടെ നിന്റെ മനസ്സിലേക്കൊരു പരാഗണം. ആ യാത്ര ഇനിയും എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? എത്തേണ്ടടുത്ത് തന്നെ എത്തി. അവളുടെ നെഞ്ചിലേക്കാണ് എൻ്റെ ഹൃദയം ചെന്ന് വീണത്.
വായിക്കേ. വായിക്കാൻ. എന്താ ഇന്ദു എങ്ങാനും എണീറ്റാലോ എന്ന് വിചാരിച്ചിട്ടാണോ വായിക്കാത്തെ? എനിക്കങ്ങനെ യാതൊരു പേടിയില്ല. അമ്മ സത്യം ചെയ്യിച്ചതുകൊണ്ട് മാത്രം ആരോടും നമ്മുടെ കാര്യം തുറന്നു പറയാൻ എനിക്ക് സാധിക്കാത്തത്. ഇങ്ങനെയെങ്കിലും എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ എന്നാ ഞാനിപ്പോ ആശിക്കുന്നേ. എന്താ ദേവേട്ട ഇത്? ആരെങ്കിലും കണ്ടാലോ? നീ അത് വായിക്കേ. നീ ഇത് വായിച്ചു കഴിയുന്നത് വരെ ഞാനിവിടെ നനങ്ങുന്ന പ്രശ്നമില്ല. പ്ലീസ്. ഈ കവിത എഴുതിയത് ഞാൻ തന്നെയാണ്. പക്ഷെ നിന്റെ അടുത്തേക്ക് അതിങ്ങ് എത്തിച്ചത് ദൈവം അയച്ച കാറ്റ്. നീ ഇത് വായിച്ചില്ലെങ്കിൽ എന്നെക്കാളധികം ഈ കാറ്റിനത് വലിയ സങ്കടാവും മോളെ. വായിച്ചു നോക്ക്. ഏറ്റവും ഇരുട്ടുള്ള രാത്രിക്കപ്പുറം അതിമനോഹരമായ ഒരു പകലിനായുള്ള കാത്തിരിപ്പാണിത്. പുണരാനായി വെമ്പുന്ന പ്രണയിനി നിൻ ചുംബനലഹരിയിൽ ഈ ഭൂമിയെങ്ങും 1000 പുഷ്പങ്ങൾ കൊണ്ട് നിറയട്ടെ. ക്ഷണനേരമെങ്കിലും പ്രിയതമേ, നിന്നോടൊത്ത് ജീവിച്ചു മരിക്കണം. നിൻ പ്രണയത്തിൻ ജ്വാലകൾ എന്നിൽ പടരാൻ ഗാഢമായ ആലിംഗനം വേണ്ട. അധരങ്ങൾ കവരേണ്ടതുമില്ല. ഒരു നോട്ടം കൊണ്ട് പോലും എന്നെ കടാക്ഷിക്കുകയും വേണ്ട. അരുമയായി അരികിൽ ഇരിക്കേണ്ടതില്ല. ശരീരം അകലെയെങ്കിലും ഹൃദയങ്ങളിലാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. ഒരു നിശ്വാസത്തിനപ്പുറം നിന്നെ ഞാൻ അറിയുന്നു പ്രണയിനെ. ശ്രവിക്കുന്നു ഞാൻ നിൻ ദിവ്യമാം ഹൃദയാനുരാഗം എപ്പോഴും. ഓരോ നിമിഷവും നീ മനസ്സുകൊണ്ട് എന്നെ പുണരുമ്പോൾ ഈ ഭൂമി നിറയെ പൂക്കൾ വിടരും. മിഴിയാൽ നീ എന്നെ ചുംബിക്കും മാത്രയിൽ ഈ എനിക്ക് ചുറ്റും ഒരു പൂക്കാലം വിടരുകയാണ്. നമ്മുടെ ഈ പ്രണയത്തെ മനുഷ്യന്റെ ഈ ആചാര പരിണയത്താൽ അകറ്റുമോ എന്ന് ഞാൻ ഭയക്കുന്നു. എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും ഏതിരുട്ടിലൂടെ നടക്കേണ്ടി വന്നാലും
നീ എന്ന മിന്നാ മിനുങ്ങിനെ ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. ഇത് സത്യം. സ്വയമേ തുറങ്കിലടച്ച് നീ ഒരു ഏകാന്ത തടവേറ്റെടുത്തു. എന്നാലും നമ്മുടെ പ്രണയത്തെ ഞാൻ വിശ്വസിക്കുന്നു. കാലം അതെത്ര കടന്നു പോയാലും കാത്തിരിക്കും ഞാൻ. പ്രതീക്ഷകൾ തന്ന ആമ്പുകൾ ഉണങ്ങാതെ കാത്തു സൂക്ഷിക്കും ഞാൻ ഈ സ്നേഹത്തെ. എന്റെ ഇടം കൈയിലെ ചെറുവിരലിൽ നിന്റെ ചെറുവിരൽ കോർക്കുന്ന ദിനം അതെന്റെ ജന്മസുഹൃതമായിരിക്കും. മനസ്സിലായോ നിനക്ക്? ഈ സ്നേഹം കാണുമ്പോ ഇപ്പൊ തന്നെ ദേവേടന്റെ കയ്യിൽ മുറുകെ പിടിച്ച് ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ഓടി ഒളിക്കാൻ തോന്നുക. പക്ഷെ ഞാൻ നിസ്സഹായാണ്. ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത രീതിയിൽ എന്റെ കാലുകൾ ചങ്ങലക്കിട്ടിരിക്കുക. എന്തു പറ്റി മോളെ? ആരോടാ നീ സംസാരിക്കുന്നേ? ആരോടുമില്ല എന്തുമ്മേ. പിന്നെന്താ കാര്യം? ഉറക്കം വരുന്നില്ല നിനക്ക്? എന്താന്നറിയില്ല എന്തുമ്മേ. പെട്ടെന്ന് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നതാ. സാരമില്ല മോളെ, മനസ്സില് ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് കിടന്നുറങ്ങിക്കോ. ഉം. ദേവ, എന്താ ഇത്? ഒന്നുമില്ല. എവിടെ ഇങ്ങോട്ട് അത് ഞാൻ നോക്കട്ടെ. അതൊന്നുമില്ലാന്ന് പറഞ്ഞില്ലേ അമ്മേ? ദേവ അതിങ്ങോട്ട് കാണിക്കാനല്ല പറഞ്ഞ. കാണിച്ചിടാം. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ കാണിച്ചു നീ? തന്നെ. ഞാൻ നോക്കിയിട്ടേ തരൂ. എന്താ ദേവ ഇതൊക്കെ? എന്ത് ചെയ്യാനമ്മേ? അമ്മ സത്യം ചെയ്യിച്ചിരിക്കുന്നോണ്ട് എന്റെ ഉള്ളിലെ വേദന ആരോടും തുറന്നു പറയാൻ പറ്റില്ല. അപ്പൊ ഞാനത് ഈ കടലാസിലെങ്കിലും ഒന്ന് എഴുതിക്കോട്ടെ. അതിനെങ്കിലും എന്നെ ഒന്ന് അനുവദിക്കേ. ദേവ, ഇവിടുത്തെ അവസ്ഥകളൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞതാ. എന്നിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ പറയുന്ന കേക്ക്. കേട്ടതുകൊണ്ടാണല്ലോ ഞാൻ ഇതുവരെ ഒന്നും പറയാതിരിക്കുന്നേ. ഒന്നുമല്ലെങ്കിൽ എന്റെ പ്രണയം എന്ന് പറയുന്നത് എന്റെ മനസ്സിന്റെ കാര്യമല്ലേ അമ്മേ? അതിപ്പോ ഞാൻ പറയുന്നത് പോലും കേൾക്കാതെയായി. പിന്നെ
എന്താ പെട്ടെന്ന് നോട്ടത്തിനൊക്കെ ഒരു മാറ്റം? നിന്നെ കാണുമ്പോൾ ഇപ്പൊ അങ്ങനെയാ. മനസ്സെന്റെ കയ്യിൽ നിൽക്കുന്നില്ല. എന്റെ മനസ്സിന്റെ സകല നിയന്ത്രണവും കൈവിട്ടു പോകുന്ന പോലെ. ഏതു നേരത്തും അതെ, നിന്നെ മാത്രം എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ. അതൊന്നും എനിക്കറിയണ്ട. പാതിരാത്രിയായിട്ട് ഉറക്കം വരാത്തത് എന്താ? ആരുടെ കുതികാല് വെട്ടാനാ ഉറക്കവളച്ചിങ്ങനെ ചിന്തിക്കുന്നത്? കാര്യം എന്താന്ന് എന്നോടും കൂടി പറ. നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോഴെങ്കിലും എന്റെ ടെൻഷനൊക്കെ മറക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ തന്നെ ഇതൊക്കെ ഓർമ്മിപ്പിക്കുക. എന്റെ ടെൻഷൻ എന്താണെന്ന് നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഓർമ്മ. ഞാൻ ഇനി എന്താ ചെയ്യാ? കൃത്യസമയത്താണ് ഞാൻ അവനെ മോളിൽ നിന്ന് കണ്ടത്. അതുകൊണ്ട് അപ്പ വിനയൻ വല്യച്ഛനോടൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ കരുതിയ പോലെ കാര്യങ്ങളൊക്കെ ഒത്തുകൂടി വരുമ്പോഴാ ആ വിനയൻ എല്ലാം കണ്ടത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനൊരു ടെൻഷൻ ആവശ്യമില്ല. അതിരിക്കട്ടെ, നീ എന്താ മരുന്നിലേക്ക് കലർത്തിയത്? അതാ വല്യച്ഛന് ദിവസവും പാലിന്റെ കൂടെ പ്രോട്ടീൻ പൗഡർ ഇങ്ങനെ കലക്കി കുടിക്കുന്ന ഒരു ശീലമില്ലേ? ഞാൻ അതിൻ്റെ കൂടെ ഒരു സ്ലോ പോയിസണും കൂടി അങ്ങ് ചേർത്ത് പതുക്കെ ആരോഗ്യം ക്ഷയിച്ച് നല്ലൊരു ദിവസം ഹൃദയം പൊട്ടിത്തെറിച്ച് അങ്ങ് പൊക്കോളുന്നേ. എന്നാല് കുറെ കഴിഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ദേവനെ എല്ലാം ഏൽപ്പിക്കുന്നതിന് മുമ്പ് ആള് കാഞ്ഞു പോകണ്ടേ? അതുകൊണ്ട് ഡോസേജ് ചെറുതായിട്ടൊന്ന് കൂട്ടിയത്. അതാണെങ്കിൽ വിനയം കാണുകയും ചെയ്തു. എന്തിനാ നീ എന്നെ തല്ലിയത്? പെട്ടെന്ന് നീ അങ്ങ് നല്ലവളായ ഓർമ്മളെ. ഞാൻ നല്ലവളായതൊന്നുമല്ല. പക്ഷെ നീയാണെന്നും പമ്പര വിഡ്ഢിയെപ്പോലെ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. ബുദ്ധിയില്ലേ നിനക്ക്? പക്വതയോടെ ചിന്തിക്കാൻ അറിയില്ലേ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്തത്? ദേവന്റെ കയ്യിൽ അധികാരങ്ങൾ ചെന്ന് എത്തരുത്. അതിന് അയാൾ ജീവനോടെ ഉണ്ടാവരുത്. അതേ ഞാൻ ചെയ്തുള്ളൂ. പോടാ മണ്ട. മനുഷ്യരെ കൊല്ലാൻ ശ്രമിക്കുന്നോണ്ട് കൊലപാതകയാകാനേ പറ്റൂ. അധികാരങ്ങൾ കയ്യിൽ കിട്ടുമെന്ന് മോഹിക്കണ്ട. നിന്റെ കളിമണ്ണ് തലയ്ക്കകത്ത് ഇത്രയും പോലും ചിന്തിക്കാനുള്ള കഴിവില്ലേ? അതൊക്കെ പോട്ടെ. എന്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുക. അത് ഞാൻ സമ്മതിക്കാം. എന്താ ചെയ്യേണ്ടത് നീ പറഞ്ഞു. ആ പട്ടാഭിഷേകം നടക്കേണ്ടത് എനിക്കാണ്. ഞാനാണ് ഇവിടെ രാജാവാകേണ്ടത്. അതിന് നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും. നീയൊന്നും ചെയ്യാതിരുന്നാൽ തന്നെ മതി. വാ തുറക്കാതെ അവിടെങ്ങാനും ഇരിക്കും. ഞാൻ നോക്കിക്കോളാം. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞോളാം. പൂക്കളുടെ താലത്തിൽ വെച്ച അധികാരം നിന്റെ കൈകളിൽ ഞാൻ കൊണ്ടുതരും. നിന്നെ ഞാൻ തന്നെ രാജാവാക്കും. സത്യമല്ലേ? സത്യം. പോയി സമാധാനായിട്ട് കിടന്നുറങ്ങ്. പോ. അച്ഛാ, അകത്തേക്ക് വരാതെ ഫോൺ ചെയ്ത് എന്നോട് പുറത്തേക്ക് വരാൻ പറഞ്ഞ എന്തിനാ? എന്തിനാണെന്നോ? അകത്ത് നിന്ന് കരണം തല്ലി പൊളിച്ചാലേ എല്ലാവരും അറിയുമ്പോ എനിക്കല്ലേ നാണക്കേട്. അതാ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്. എന്താ നിന്റെ മനസ്സിലിരിപ്പ്? നന്നാകാൻ ഉദ്ദേശമില്ലേ? ഞാൻ എന്ത് ചെയ്തു? നീ എന്താ ചെയ്യുന്നതെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാലോ. പക്ഷെ നീ മാത്രം ഒന്നും അറിഞ്ഞിട്ടില്ല. നിന്റെ സിനിമാ ഭ്രാന്തെന്ന് ഒഴിയാനായിട്ടാ നിന്നെ ഞാൻ കല്യാണം കഴിപ്പിച്ചയച്ചത്. തോന്നി ഇതായിരിക്കും കാരണമെന്ന്. അച്ഛൻ അറിഞ്ഞ സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി തന്നെ അച്ഛനോടെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചയക്കാനുള്ള അവസ്ഥയൊന്നും നിന്റെ അച്ഛനില്ല. എന്നാലും ഏത് ജന്മത്തെ പുണ്യമാണെന്നറിയില്ല ഇതുപോലൊരു വീട്ടിൽ നീ മരുമകളായിട്ട് കയറി വന്നത്.
എന്നിട്ടും സിനിമാ ഭ്രാന്ത് കൊണ്ട് നടക്കുന്ന നിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? തലയും കുനിച്ച് നിന്നിട്ട് കാര്യമില്ല. ഇതെങ്ങാനും വർമ്മയും ഭാര്യ അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കണോ? ഇതാണ് നിന്റെ സ്വഭാവം എന്നറിഞ്ഞ ഇവിടെ നിന്നെ അവർ നിർത്തുവോ? അങ്ങോട്ട് വന്ന എല്ലാവർക്കും കൂടി ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാം. ഇനിയെങ്കിലും ഇത്തരം മണ്ടത്തരങ്ങൾ ആവർത്തിക്കരുത്. അല്ല, ഇനിയും മാറാൻ ഉദ്ദേശമില്ലെന്നാണെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. അച്ഛാ, നിന്റെ വേണ്ടാദിനങ്ങൾ വൈദേഹി അറിഞ്ഞിട്ടില്ല. നിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവൾ അവള്. അറിഞ്ഞാൽ അവൾക്ക് വിഷമാവും. അവളോട് പറയണ്ട. അപ്പൊ ചേച്ചിയല്ലേ പറഞ്ഞത്? പിന്നെങ്ങനെ അച്ഛൻ അറിഞ്ഞത്? ഓ, എന്താ അച്ഛൻ പുറത്തന്നെ നിന്നളഞ്ഞത്? അവിടെ വെച്ച് ശ്രേയെ കണ്ടപ്പോ സംസാരിച്ച് നിന്നുപോയതാ. അതിരിക്കട്ടെ, സുഖാണോ മോളെ? എനിക്കെന്താ പരമ സുഖം അച്ഛാ. അമ്മയും അച്ഛനും മാധവനും ഒക്കെ സുഖമായിട്ടിരിക്കുന്നോ? ആ, എല്ലാവരും സുഖമായിട്ടിരിക്കും. രാമേട്ടാ ഇപ്പൊ വന്നതേ ഉള്ളോ? അതേ ഹൗസല്ലേ. നമസ്കാരം. വായിരിക്കേ. വർമ്മ എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പുറത്തു പോയിരിക്കുക. ഇപ്പൊ ഇങ്ങോട്ട് എത്തും ഇരുന്നോളൂ. 2 പെമ്മക്കളില്ലേ ഇവിടെ? എന്നിട്ട് അച്ഛൻ വന്നിട്ട് ഒന്ന് ഇരിക്കാൻ പോലും പറയുന്നില്ലേ? കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്ക. അയ്യോ, ദേ ഇപ്പൊ കൊണ്ടുവരാം. വാ ശ്രേയ. രാമേട്ടൻ ഇരിക്കുക. വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. മക്കളെ നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ വളർത്തിയത്. എന്നാലും ഇത്ര വലിയ വീട്ടിലെ ആചാരങ്ങളും ചിട്ടകളൊന്നും അവർക്ക് ശീലമില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നിരിക്കും. വലിയ മനസ്സ് തോന്നി എൻ്റെ മക്കളോട് ക്ഷമിക്കണം. അതൊക്കെ പറയേണ്ട കാര്യമുണ്ട് രാമേട്ടാ. ശ്രേയ എന്റെ മരുമോള. അവളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തൊക്കെയായാലും പെൺകുട്ടിയുടെ അച്ഛനല്ലേ അമ്മേ. അവരുടെ പേടി അവർക്കുണ്ടാവുമല്ലോ. ശ്രേയോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൂത്ത മോളോട് പറഞ്ഞു കൊടുത്താൽ മതി. പരിഹാര പൂജ ചെയ്തിട്ടും ഇവളുടെ മനസ്സിലെ സംശയം മാറിയിട്ടില്ല. എൻ്റെ മൂത്ത മോളോട് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നല്ലതും ചീത്ത എന്താന്ന് നല്ല അറിവുള്ള കുട്ടിയാ. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള അവളുടെ കഴിവ് അവൾ കയറി ചെല്ലുന്ന വീട്ടിലെ മഹാഭാഗ്യമായിരിക്കും. പക്ഷെ അവൾ ആ ഭാഗ്യം എനിക്ക് തരുന്നില്ലല്ലോ അച്ഛാ. എൻ്റെ മോളായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. എൻ്റെ മൂത്ത മോള് അറിഞ്ഞുകൊണ്ട് ഉറുമ്പിനെ പോലും നോവിക്കാത്ത കുട്ടിയാ. തെറ്റായ പാതകൾ ഒരിക്കലും സ്വീകരിക്കില്ല. അവളെക്കാളും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവളാ അവള്. ആ പറഞ്ഞത് 100% ശരിയാണ് അച്ഛാ. മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണല്ലോ സ്വന്തം ജീവൻ പോലും വിലവയ്ക്കാതെ എന്റെ അനിയനെ രക്ഷിക്കാൻ ശ്രമിച്ചത്.